പാലക്കാട് മണ്ണൂർ സ്വദേശി റിയയുടെയും 7 വയസ്സുകാരിയായ മകൾ ടൈറയുടെയും വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് ആ കുടുംബവും നാടും. ചില പ്രതികരണങ്ങൾ കേട്ടവർ. കെനിയയിലെ നെയ്റോബിക്ക് അടുത്തുള്ള ഒരു ഇതിലാണ് ഇതൊരു ടൂറിൻ്റെതായിട്ട് ഒരു സൈറ്റ് സീയിങ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്ന ബസ് റോൾ ഓവറിലാണ് ഇതുണ്ടായിരിക്കുന്നത്. പിന്നെ കൂടെയുള്ള എൻ്റെ മരുമോനും പേരക്കുട്ടിയും പേരക്കുട്ടി ആൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇഞ്ചുറികളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെയ്റോബി ഹോസ്പിറ്റലിലാണ് ഇവർ രണ്ടുപേരും. അവരെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മോനോട് ദുബായിൽ നിന്ന് നെയ്റോബിയിലെത്തിൻ്റെ ഹോസ്പിറ്റലിൽ അവരെ കൂടെ ഉണ്ട്. അതിൻ്റെ ഇത് പ്രകാരം ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നോ നാളെ ഇവിടെ എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ ജോവലിനുള്ള ഒരു ഓപ്പറേഷൻ ഇന്നൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിന് ശേഷമുള്ളൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് അതുകൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇന്ന് ഉച്ച കഴിഞ്ഞോടെ കൂടിയിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടാനാണ് സാധ്യത. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അവർ ഇങ്ങോട്ട് മണ്ണൂരിലോട്ട് എത്തിക്കുക എന്നുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വന്തം നാട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഭർത്താവിൻ്റെ നാടായ കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ ഇതിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വളരെയധികം സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർ ഇങ്ങോട്ട് മണ്ണൂരിലോട്ട് എത്തിക്കുക എന്നുള്ള നമുക്ക് ലിഷോയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ലിഷോയി, റിയയുടെയും കുഞ്ഞിന്റെയും മരണവാർത്തയിലുള്ള നടുക്കമാണ് നമ്മൾ അച്ഛന്റെ പ്രതികരണത്തിലൊക്കെ കേട്ടത്. എങ്ങനെ താങ്ങും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ലിഷോയി, നമ്മളിപ്പോൾ റിയയുടെ അച്ഛന്റെ പ്രതികരണമാണ് കേട്ടത്. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം, ആ ദുഃഖം താങ്ങാനാകാത്ത പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എങ്ങനെ ഈ ഒരു അവസ്ഥയോട് അവർ പൊരുത്തപ്പെടുമെന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ലിഷോയ്, തീർച്ചയായും ഈ കേരളത്തിലുണ്ടായ 5 മരണങ്ങളിൽ 2 കുട്ടികളുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം. എല്ലാ ജീവനുകളും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു ദുഃഖം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ഈ ജസ്നയുടെ കാര്യമായാലും റിയയുടെ കാര്യമായാലും അവരുടെ 2 മക്കളും 2 പേരുടെയും മക്കളും ഈ ഒരു സംഭവത്തിൽ മരണമടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം. നാടിനെ ആയാലും വീട്ടുകാരെ ആയാലും തന്നെ ഏറെയധികം കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഒരാൾ 1.5 വയസ്സ് മാത്രം പ്രായമുള്ളതാണ്. രണ്ടാമത്തെ കുട്ടിയും അതിന് സമാനമായി തന്നെയാണ് അവരുടെ ഒരു അവസ്ഥയും ഒക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൂടാതെ ഒരു അവധിക്കാലം ആഘോഷിക്കാനായി വളരെ സന്തോഷത്തോടു കൂടി പോയ ഒരു കുടുംബം, ആ കുടുംബത്തിനാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ദുഃഖമായി തന്നെ എല്ലാവരുടെ ഉള്ളിലും നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയിപ്പോൾ അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് ഈ എങ്ങനെയെങ്കിലും ഇവരുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അവസാനമായെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനായുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഊർജിതമാക്കണം എന്നൊരാവശ്യം ഈ വീട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് എല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലാണ് ഇനിയിപ്പോൾ ഇവർ ഖത്തറിൽ നിന്നാണ് പോയിരിക്കുന്നത് കെനിയയിലേക്ക്. ഇനി അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒരുപക്ഷെ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, ഇനി നേരെ കേരളത്തിലേക്ക് ആ ഒരു നടുക്കം മാറുന്നില്ല നമുക്ക്. കാരണം ഒരു ആഘാതം അത്രമാത്രം വലുതാണ്. വിനോദയാത്രയ്ക്കായി പോയ കുടുംബങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതിൽ കുഞ്ഞുങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആ വേദന കൂട്ടുന്നത്.